അപ്പോൾ ഞാനും സൗമ്യയും കൂടിയിട്ട് എന്താണ് സൗമ്യൻ്റെ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് വന്നതാണ്, മാമൻ്റെ അവിടേക്ക്. ഇല്ല സാർ, കുറേ നാളുകൾക്ക് ശേഷം, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 10 വർഷമായി, പക്ഷേ ഇതുവരെ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. 9 വർഷം, 10 വർഷം ആവാറായിട്ട് കേസ്. എന്തായാലും 9 കൊല്ലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഈ കന്നിമാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നത്. മനോഹരമായ ഒരു ഗ്രാമമാണ് കേട്ടോ, അല്ലേ? ഇവിടെ നോക്കുമ്പോൾ ഫുള്ള് ഈ ഭാഗത്തൊക്കെ ഫുള്ള് മാങ്ങകൾ, ഈ ഭാഗത്ത് ഫുള്ള് എന്താണ് പറയുക, പാടവും തെങ്ങൊക്കെ ആയിട്ട്, അല്ലേ? അതെ, ഫുൾ കൃഷിയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ ഭാഗമൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കന്യാകുമാരിയിലാണല്ലോ, ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ തത്തമംഗലം കേസ്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ തത്തമംഗലത്ത് വേലകളൊക്കെ നടക്കുകയാണ്, അല്ലേ? അങ്ങാടി വേല കേട്ടോ, വളരെ ഫേമസ് ആയിട്ടുള്ള അങ്ങാടി വേലയാണ്. പിന്നെ കുതിര ഓട്ടമൊക്കെ മെയിനായിട്ടുള്ളൊരു, അല്ലേ? അതിൻ്റെ കാര്യങ്ങളും ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. പോകുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇതെടുത്തിട്ട് ഇടാട്ടെ കേസ്. പറ്റുന്നവരൊക്കെ വന്ന് കാണുക, അടിപൊളി വേലയാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെ വേലയും പൂരങ്ങളൊക്കെ നടക്കുകയല്ലേ. അപ്പോൾ തത്തമംഗലത്തെ അങ്ങാടി വേല മെയിനായിട്ടുള്ള വേലയാണ്, കുതിരകോട്ടയൊക്കെ ഉള്ളൊരു മെയിനായിട്ടുള്ള വേലയാണ്. പറ്റുന്നവരൊക്കെ വരാട്ടെ കേസ്. അപ്പോൾ എന്താണ്, അപ്പോൾ കല്യാണപ്പേട്ട കന്യാകുമാരിയിലെ ചെറിയ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് കുറച്ചായിട്ട് കണ്ടാലോ സൗ? അപ്പോൾ സൗമ്യൻ്റെ ചെറിയച്ഛൻ്റെ വീടും കാര്യങ്ങളൊക്കെ കാണിക്കട്ടെ. തത്തമംഗലം, വണ്ടിത്താവളം ഒക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. ചെറിയ ഓരോ ഗ്രാമങ്ങളാണ്. നമുക്ക് പോണ വഴിക്കാണ് മുതലമട, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്ത മെയിനായിട്ടുള്ള പല സിനിമകളിലും കണ്ടിട്ടുള്ള മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് അവിടെ പറ്റിയാലൊന്ന് പോകണം, അവിടെ കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ കേസ്. അല്ലേ? ഫുള്ള് മാങ്ങയാണ് കേട്ടോ, അല്ലേ? എന്താ പറയുക, ഒരു ഗ്രാമം, അല്ലേ? പണ്ടത്തെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഫീലാണ്. അപ്പൊ ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന് മെയിനായിട്ടൊരു കാരണമുണ്ട് കേട്ടോ കേസ്. ഞങ്ങളിവിടെ, അതായത് ഞങ്ങൾ ഇവിടേക്ക് വന്നതിന് മെയിനായിട്ടൊരു കാരണമുണ്ട്. അതായത് ഈ കന്യാകുമാരി ഇവിടെ ചെറിയച്ഛൻ്റെ ഇവിടെ ഒരു പൊങ്കൽ മഹോത്സവം ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ പൊങ്കൽ ഇന്നലെ ആയിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് വന്നിട്ട് അവരെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ കേസ്. അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി വന്നപ്പോൾ. സൗമ്യ ചെറുപ്പകാലത്തൊക്കെ ഇവിടെയാണ് ഒരുപാട് തവണ വന്നിരുന്ന സ്ഥലങ്ങളാണ്, ഇല്ല സൗമ്യ? അപ്പോൾ സൗമ്യ കുറേ കാലം, അതായത് കുഞ്ഞുനാളിൽ ഒരുപാട് തവണ ഇവിടെ വന്ന്, അല്ലേ, വന്നിരുന്ന വെക്കേഷനൊക്കെ ആകുമ്പോൾ ഈ നാട്ടിൽ വന്ന് കുറേ കാലം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് കേസ് വരാനും പോകാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ സൗന് ഇവിടേക്കൊന്ന് വരണം എന്നുണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്, അല്ലേ സൗ? അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടിപൊളി, അല്ലേ? അപ്പോൾ നമുക്കിനി കുറച്ച് സ്ഥലങ്ങളും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാട്ടെ കേസ്. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ഇവിടം വരെ വന്നതല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഉത്സവത്തിൻ്റെ, അതായത് പൊങ്കലിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് അപ്പുറത്താണ് കേട്ടോ അമ്പലം. അപ്പോൾ എന്തായാലും ഞങ്ങൾ മെയിൻ റോഡ് എത്താനായിട്ട് കേസ്. അപ്പോൾ ഇനി നമുക്ക് തത്തമംഗലം ആ ഭാഗത്തൊക്കെ കൂടെ പോകുമ്പോൾ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണിക്കട്ടെ കേസ്. അപ്പോൾ അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ കേസ്. ഇതുപോലെ കുറേ മരങ്ങളും പാലങ്ങളും, പാലത്തിലിരിക്കുന്ന അവിടെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലവും പിന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, ഗണപതി അമ്പലം. അവിടെ കണ്ടില്ലേ, വലിയൊരു ആൽമരം. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ അവരെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഗൈസ്. പഴയ കണ്ടില്ലേ, ഒരു ചായക്കട, ഓലപ്പരയിലുള്ള ഒരു ചായക്കട. അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കണല്ലേ സാർ? നമുക്ക് മറ്റെവിടെ പോയാലോ? റെയിൽവേ മുതലമട. അപ്പോൾ അതൊക്കെ നല്ല തണലുള്ള മരങ്ങൾ, അതിനോട് തൊട്ടായിട്ട് ഓരോ ചായക്കടയും ഓരോ കടകളൊക്കെയാണ് അവിടെ.
അപ്പോൾ നമ്മൾ ഇനി പോണത് മുതലമട റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു തവണ വന്നിട്ടുണ്ട് ഞങ്ങൾ, ആ ഹൃദയ മൂവിയൊക്കെ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരിക്കൽ കൂടി പോവുകയാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിയാണ് പോണത്. ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഒരു എന്താ പറയുക, ഒരു കാട്ടിന് അകത്തുകൂടി പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെ തോന്നും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഭംഗി. ആ കാണുന്നതാണ് റെയിൽവേ ട്രാക്കുകളാണ് അവിടെയൊക്കെ. നമുക്ക് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്താൻ പറ്റും. പക്ഷെ അത് വേറെ ഏതോ സ്ഥലത്തേക്ക് പോണ പോലെ ഇല്ലേ? അവിടെ എത്തിയിട്ട് അതിനകത്തു നിന്ന് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ആഹാ, എന്താ തണുപ്പ് നോക്ക്, മരങ്ങൾ നോക്ക് സാർ മേലെ. പാമ്പൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പോൾ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാണാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സൗടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ അപ്പുറത്ത് പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് കേട്ടോ വരുന്നത്. കാണാൻ തന്നെ ഒരു നല്ല ലുക്ക്, രസമല്ലേ? വാവ്, സൂപ്പർ അല്ലേ? അപ്പോൾ ഞങ്ങളങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് കുറേ നേരം ഇരുന്നിട്ട് കേസ്. പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഒരാൾക്ക് 10 റുപ്യ കേട്ടോ. കുറേ കാലമായി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് യാത്രകൾ പോവുകയാണെങ്കിൽ എൻ്റെ ആ വീൽ ഫിറ്റ് ചെയ്ത ആ വണ്ടിയിലാണല്ലോ നമ്മൾ പോകണത് അല്ലേ? അത് എന്താ പറയുക, നമ്മളൊരു ബൈക്കിലാണല്ലോ നമ്മൾ യാത്രയൊക്കെ ചെയ്യണത്. ഈ ട്രെയിനിലൊക്കെ പോയിട്ട് കുറേ ആയി. ഞങ്ങൾ എപ്പോഴോ ഒരിക്കൽ ഇങ്ങനെ പഴനിക്കാണ് പോയത് ട്രെയിനിൽ, ഫാമിലി ആയിട്ട്. പിന്നെ ട്രെയിനിലൊന്നും പോയിട്ടില്ല കേട്ടോ. ബസ്സിലും അധികം കയറാറില്ല ഞങ്ങൾ. പിന്നെ ബൈക്കിലാണ് അവിടെ പോവുകയാണെങ്കിൽ പോകണല്ലേ. അപ്പോൾ അങ്ങനെ വെറുതെ ഒന്ന് ഇവിടെ ചെറിയച്ഛൻ്റെ അങ്ങോട്ട് വന്നപ്പോൾ കന്നിമാരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ മുതലമട റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കണ്ട് ഇവിടെ നല്ല പീസ്ഫുള്ളായിട്ട് സമാധാനത്തിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. നല്ല മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ. അറിയാലോ, ഹൃദയത്തിലൊക്കെ വെട്ടം സിനിമയിലും ഒക്കെ ദിലീപ് വന്ന് ഇറങ്ങുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷനാണിത് അല്ലേ? ഹൃദയത്തിൽ അവർ ആ ട്രെയിനിൽ പോകുന്ന അതൊക്കെ ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മളെ ഈ മുതലമടയിലുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൗമ്യൻ്റെ കസിൻ്റെ ആയിട്ട് വന്നതാണ് അല്ലേ സൗ? ചെറിയച്ഛനെയും മാമിൻ്റെയും മാമിൻ്റെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അവനെയൊക്കെ കണ്ടിട്ട് പോണ വഴിക്കാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോമിലവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ്ട് കേസ്. മരങ്ങളൊക്കെ പഴയ പോലെ ഒന്നുമല്ല, എല്ലാം ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ട്രെയിനും കണ്ടിട്ട് പോകാണ്ട് നിന്നാണ് അല്ലേ? അപ്പോൾ നമുക്കിനി പോയാലോ? ഓക്കെ. അപ്പോൾ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ കണ്ടില്ല ആ ഇളന്നിനെ കിട്ട കേസ്. ഞാൻ വേഗം നോക്കിയത്, ഞാൻ സൗ കാണിച്ചു തരാം കേട്ടോ. അങ്ങ് ദൂരത്താണ്, കാണണ്ടെന്നറിയില്ല കേട്ടോ കേസ്. നോക്ക് കേസ്, റൊയ ഉണ്ട് അതിൽ. ഫ്രണ്ടിൽ നോക്ക്, പൂക്കള്, എന്ത് ചെടിയോ അറിയില്ല, മുള്ളുണ്ട്. ഞങ്ങൾ വണ്ടിത്താവളം ടൗണിലാണ് കേസ്. ഇതാണ് വണ്ടിത്താവളം ടൗണ്. ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ഇല്ല സോ? അങ്ങോട്ടല്ലേ പോകണ്ടേ? നമ്മൾ വരുന്ന വഴിക്ക് ചെറിയൊരു അമ്പലം കേട്ടോ ഗൈസ്, പാട്ടൊക്കെ വെച്ച് അല്ലേ? നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം.
ഇതേ പോയാൽ നമുക്ക് ചിറ്റൂരിക്ക് പോവാം. ഇതേ പോയി കഴിഞ്ഞാൽ പുതുനഗർ അടുത്ത സ്റ്റോപ്പില്ലേ? ചിറ്റൂർ കോളേജാണ് ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ്. ഇതാണ് മറ്റേ ജംഗ്ഷൻ. ഇതാണ് തത്തമംഗലം. തത്തമംഗലം ജംഗ്ഷനാണ്. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് അങ്ങാടി വേല അല്ലേ? കുതിര ഓട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത് ഈ ഭാഗത്തു നിന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിറയെ തുണിക്കടകളും കാര്യങ്ങളൊക്കെയാണ്. നല്ല ക്രൗഡുള്ളൊരു റോഡാണ് ഈ ഭാഗത്ത്. നേരെ കാണുന്നത് ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് തോന്നുന്നു അങ്ങാടി വേലയൊക്കെ തുടങ്ങുന്നത്. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അല്ലേ? അപ്പോൾ ഈ റോഡിലൊക്കെ വെച്ചിട്ടായിരിക്കും കുതിരയോട്ടമൊക്കെ നടക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു തമിഴ്നാട് തിരുക്കോട് ക്ഷേത്രത്തിലാണ് അങ്ങാടി വേല. ഈ വേട്ടക്കറുപ്പല്ലേ കുതിരവേല 26-ാം തീയതിയാണ് കേട്ടോ, ശനിയാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെയാണ് കുതിരയോട്ടം അല്ലേ? പിന്നെ വെടിക്കെട്ടുണ്ട് 4-ാം തീയതി അല്ലേ? തത്തമംഗലം സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ് ഇല്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.